ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്കിന്ന് ഷോപ്പിലെ വിശേഷമല്ല, ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷമാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഡയാലിസിസിന് പോയതാണ്. ഇന്ന് ഞാനാണ് കൂടെ പോയത്. ഹസ്ബൻഡിന് ആഴ്ച 2 ദിവസം ഡയാലിസിസ് ഉണ്ട്, വെള്ളിയും ചൊവ്വയുമാണ്. അപ്പം ബൈസ്റ്റാൻഡർ എന്തായാലും നിർബന്ധമായിട്ട് വേണം. അപ്പം പുള്ളിക്ക് കഴിക്കാനുള്ള ഫുഡാണിത്. ഫ്രൂട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്. പപ്പായയാണ് കൊണ്ടുപോകുന്നത്, സ്ഥിരമായിട്ട് കൊണ്ടുവന്ന പപ്പായ. പിന്നെ ചപ്പാത്തിയും ഓംലെറ്റും റോൾ ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും എടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുത്തി കഴിക്കാൻ ഒരു ഫോർക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ചപ്പാത്തി ആയിരിക്കും, അല്ലെങ്കിൽ അവിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവൂ. അവർക്ക് ഡയറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടേ കഴിക്കാവൂ. അപ്പോൾ അതെല്ലാം ടിഫിനകത്താക്കി എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഒരു ബെഡ്ഷീറ്റ് വേണം, ഒരു തോർത്തുണ്ടായിരിക്കണം, പിന്നെ ബെൽറ്റ്, കയ്യിൽ കെട്ടാറുള്ള ബെൽറ്റ്. അപ്പോൾ അതെല്ലാം ബാഗിനകത്താക്കി. അപ്പോൾ ഡയാലിസിസ് ചെയ്യണത് പേരുകട ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ ബുക്കാണ് ഡയാലിസിസ് ചെയ്യണത്. അന്നുള്ള റിപ്പോർട്ട്സ് എഴുതാനുള്ള ബുക്കാണ്. BP യും അവരുടെ ഷുഗറും അവരുടെ ഹാർട്ട് ബീറ്റ് എല്ലാം എഴുതാനുള്ളതാണ് ബുക്ക്. ഇത് നമ്മൾ പേരുകട എത്തിയിട്ട് പുള്ളി ഡയാലിസിസിനോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഇതാണ് ഡയാലിസിസിൻ്റെ വെയിറ്റിംഗ് റൂം. അവിടെ കാരണം ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഇരിക്കാനുള്ള വെയിറ്റിംഗ് റൂമാണ്. അവിടെയാണെങ്കിൽ കുറേ ചാർട്ടുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഡയാലിസിസ് പേഷ്യൻറ്റുകളുടെ ഡയറ്റ് രീതിയും ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യ ഘട്ടങ്ങൾ ഡോക്ടറെ കാണേണ്ടതും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഇതാ ഡയാലിസിസിലോട്ട് കയറുകയാണ്. അപ്പോൾ അകത്തോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് അവിടെ പുള്ളി ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോകുമ്പോൾ നല്ല ആക്റ്റീവായിട്ടാണ് ആൾ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിട്ടാണ് വരുന്നത്. അങ്ങനെ അകത്ത് കയറി. അപ്പോൾ അവിടുന്ന് നേഴ്സോ ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകും. വളരെ നല്ല സഹകരണമാണ് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം, നേഴ്സായാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. കഴിഞ്ഞിട്ട് ഇറങ്ങി വീട്ടിലെത്തി. അതിനിടയ്ക്ക് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ബെൽറ്റൊക്കെ കെട്ടി തിരിച്ചിറങ്ങി വീട്ടിൽ വന്ന് ഡയാലിസിസ് കഴിഞ്ഞ് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയ്യിൽ ഐസ് ക്യൂബ് വയ്ക്കാം. അപ്പോൾ ഐസൊക്കെ ഞാൻ എടുത്ത് ഐസ് ബാഗിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബെൽറ്റ് അഴിച്ചിട്ട് അരമണിക്കൂറോളം ഈ ഐസ് ബാഗ് ഈ ഡയാലിസിസ് ചെയ്ത സ്ഥലത്ത് വയ്ക്കണം. കാരണം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാലേ അവിടെ സെറ്റ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മെഡിസിൻ അവിടെ ഒഴിക്കാനുള്ളത്. ഒരു ഡ്രോപ്പ് ഉണ്ട്, ആ ഡ്രോപ്പ് അവിടെ ഒഴിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇതിൻ്റെ ലോങ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, ബൈ.